ദർശൻ മീഡിയ അവതരിപ്പിക്കുന്ന വോക്സ് ഏഞ്ചൽ സീസൺ 3 പവർഡ് ബൈ ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ മാള. എല്ലാവരെയും 6th എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ത്യാഗത്തിന്റെ ആൾരൂപമായി ഭൂമിയിൽ ജനിച്ച യേശുക്രിസ്തുവിന്റെ ജന്മദിനത്തിന് സന്തോഷവും സമാധാനവും നേരുന്നതിനായി നമ്മോട് കൂടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കാർമൽ കോളേജ് മാള. നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹലോ ഓൾ. സോ എന്തൊക്കെയുണ്ട് വിശേഷം? സോ നിങ്ങൾ കാർമൽ കോളേജ് മാള എന്ന് വരുന്ന കുട്ടികളാണ് അല്ലേ? സോ നിങ്ങൾ എല്ലാവരും എങ്ങനെ, എല്ലാവരും സെയിം ഇയർ സെയിം ഏജ് ഗ്രൂപ്പ് എങ്ങനെയാ? മിക്സ്ഡ് ആണ്. അപ്പൊ എങ്ങനെയാ, ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ക്വയർ ടീമാണോ കോളേജിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ളത്? അതെ അതെ. അപ്പൊ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണ് അല്ലെ? ഇങ്ങനെ പ്ലാറ്റ്ഫോമിലൊക്കെ പോവാറുണ്ടോ? എന്നാലും ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഇതൊരു പുതിയൊരു തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സോ ഓൾ ദ വെരി ബെസ്റ്റ്. മണ്ണിൽ മന്ന പെയ്തുവല്ലോ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറുങ്ങട്ടെ. മിന്നിത്താരമെങ്ങും മിന്നാമിന്നി പോലെ കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറുങ്ങട്ടെ. ആഹാ
മണ്ണിൽ മന്ന പെയ്തുവല്ലോ. മിന്നിത്താരമെങ്ങും മിന്നാമിന്നി പോലെ കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. നല്ലൊരു ചാമിങ് പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി ജഡ്ജസിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. മനോഹരമായിരിക്കുന്നു കേട്ടോ. താങ്ക്സ്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ കാർമൽ കോളേജ് മാള. മാള കാർമൽ കോളേജ്. ആ ഓക്കെ. എല്ലാവരും ഒരേ ക്ലാസ് ആണോ? അല്ലല്ല, വ്യത്യസ്തമായിട്ട് ക്ലാസ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ പാടാൻ വേണ്ടി എങ്ങനെ നിങ്ങൾ വല്ല സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടായിരുന്നോ? ഞങ്ങൾ പാട്ടുകൂട്ടെന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുണ്ട് ഞങ്ങളുടെ കോളേജിൽ. അപ്പോൾ അതിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് പാടാൻ അറിയാവുന്നവരെ വെച്ച് സെലക്ട് ചെയ്ത് ഉണ്ടാക്കിയൊരു കൂട്ടാണ് ഞങ്ങളുടെ ഒരു ഫോറം പോലെ. ഓ അത് കൊള്ളാം. ഓ അതിൽ നിന്നാണ് നിങ്ങൾ ഇങ്ങനെ കൊയറൊക്കെ പാടാൻ തീരുമാനിച്ചത് വന്നതൊക്കെ അല്ലേ? അതെ. ബ്യൂട്ടിഫുൾ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. സിമ്പിൾ പാട്ടാണ്, പ്രത്യേകിച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും അതിനകത്തില്ല. പക്ഷെ നിങ്ങൾ പാടിയത് നല്ല മനോഹരമായിട്ട് നീറ്റായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സാർ. ദാറ്റ് ഈസ് സംതിങ് ഗുഡ്. എനിക്ക് തോന്നിയത് ഈ ക്രിസ്മസ് കാരൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഹാർമണി എലമെൻ്റ് അതിനകത്ത് എപ്പോഴും ഉണ്ടെങ്കിൽ നല്ലതാണ്. നിങ്ങൾ പാടാത്തതിന് പറയുന്നതല്ല. ഇനിയായാലും നിങ്ങൾ പങ്കെടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഹാർമണീസ്, ഒന്നുമില്ല സെക്കൻഡ്സോ എന്തെങ്കിലും ഒരു ടെനറോ ഓൾട്ടോ എന്തെങ്കിലും ഒരു ഭാഗങ്ങളൊക്കെ ആഡ് ചെയ്ത് പാടാം. അത് വലിയൊരു കഥയൊന്നുമല്ല. അത് നമ്മളൊരു 2-3 വട്ടം പരിശീലിച്ച പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതും കൂടി ഒന്ന് ആഡ് ചെയ്താൽ ഇത് വേറെ ലെവലിൽ പോയേനെ. പക്ഷെ പാടിയത് ഭയങ്കര നീറ്റാണ്, ഭയങ്കര നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ആഹാ ഉന്നതനേ അപ്പോൾ അതിന് ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് നിങ്ങൾ അനുപല്ലവി ചെയ്ത സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്തു. അപ്പോൾ അതൊക്കെ കുഞ്ഞു അറേഞ്ച്മെൻറ്റ്സാണ് നിങ്ങളുടെ. അത് ഭയങ്കര ക്യൂട്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നന്നായി പാടി കേട്ടോ. താങ്ക് യു മാം. നിങ്ങളുടെ പിച്ച് ആക്യുറസി നല്ല കറക്റ്റായിരുന്നു ആക്ച്വലി. അതായത് നിങ്ങളെല്ലാവരും ഒന്നിച്ച് പാടുമ്പോൾ നിങ്ങളെല്ലാവരും അതായത് ഒരു നോട്ട് ഒന്നും മാറിപ്പോകുന്നില്ല നിങ്ങളാരുടെയും. പാട്ട് സിമ്പിളാണ്, പക്ഷെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ഭയങ്കര നന്നായിട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഹാർമണി ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം അപ്പച്ചൻ പറഞ്ഞാൽ ക്രിസ്മസ് സീസൺ എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ എന്താ പറയുക, ഒരു ഹാർമണിയൊക്കെ ഒരുപാട് നമ്മൾ എടുത്തു കാണിക്കുന്നൊരു സീസണാണത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാരൾ പാടുമ്പോൾ നമ്മളൊരു ഹാർമണി ചെയ്യുമ്പോൾ അവിടെ ഒരു സിംബോളിക് മീനിങ്ങും കൂടെ ഉണ്ട്. അപ്പോൾ അതും ഈ പാട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഹാർമണി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പാട്ടാണ്. അപ്പോൾ ഹാർമണി ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ നിങ്ങളുടെ ഹാൻഡ് ജസ്റ്റേഴ്സൊക്കെ, അതായത് എല്ലാവരും ഒരേ സമയത്ത് തുടങ്ങുന്നു, എല്ലാവരുടെയും വളരെ കോർഡിനേറ്റഡ് ആയിരുന്നു. നിങ്ങളുടെ ഹാൻഡ് ജസ്റ്റേഴ്സും നിങ്ങളുടെ എന്താ പറയുക ആട്ടവും എല്ലാം ആരും ഇങ്ങനെ ഹെസിറ്റേറ്റ് ചെയ്ത് ആടുന്നില്ലായിരുന്നു. എല്ലാവരും നല്ല ഇൻവോൾവ് ആയിട്ട് ആടുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ആക്ച്വലി ചിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ നിങ്ങൾ പാട്ട് പാടുന്ന സമയത്ത് എനിക്കൊന്ന് ലിറിക്സൊക്കെ തെറ്റുമോ എന്നുള്ളൊരു പേടിയും അങ്ങനെയൊക്കെ കാരണം നിങ്ങൾ ഇടയ്ക്ക് ചിരിക്കാനൊക്കെ മറന്നു പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ BGM വരുമ്പോഴേക്കും എല്ലാവരും ഭയങ്കര ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് പാട്ട് തുടങ്ങുമ്പോൾ പിന്നെ എല്ലാവരും വീണ്ടും ഇങ്ങനെ ടെൻഷൻ അടിച്ച് പോകുക. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊന്ന് നെക്സ്റ്റ് ടൈം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതുപോലെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കോറസ് നിങ്ങൾ ഭയങ്കര സ്ട്രെങ്ത്തിലാണ് പാടിക്കൊണ്ടിരുന്നത്. ആ കോറസിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിക്കൊന്ന് വേഴ്സിന് കുറച്ചും കൂടെ സ്ട്രെങ്ത്ത് വേണം എന്ന് എനിക്ക് തോന്നി. കോറസ് വാസ് പെർഫെക്റ്റ്, അതിന് നല്ല സ്ട്രെങ്ത്ത് ഉണ്ടായിരുന്നു. നമുക്ക് കോറസ് വരുമ്പോൾ കോറസ് വന്നു എന്നുള്ളൊരു ഫീലിംഗ് കിട്ടുന്നുണ്ടായിരുന്നു. ബട്ട് വേഴ്സിന് കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് വേഴ്സ് പാടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. ഓവറോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് മെറി ക്രിസ്മസ് ടു യു ഓൾ. മെറി ക്രിസ്മസ് സാർ. താങ്ക് യു. നമുക്ക് വേണ്ടി ഈ മെലോഡിയസ് പെർഫോമൻസ് കാഴ്ചവെച്ചത് കാർമൽ കോളേജ് മാള ടീമാണ്. സോ നമുക്ക് അവരുടെ അടുത്ത് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് ചോദിക്കാം. സോ വൺസ് അഗെയിൻ ഹലോ എവ്രി വൺ. സോ നിങ്ങൾ പറഞ്ഞിരുന്നു മുന്നേ നിങ്ങളുടെ ഒരു ആദ്യത്തെ തുടക്കമായിരുന്നു, ഒരു ആദ്യ അനുഭവമായിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു വോക്സ് ഏഞ്ചൽസിലെ ആദ്യ അനുഭവം? നല്ലായിരുന്നു.
നല്ലത്, കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയല്ലേ. പിന്നെ നിങ്ങളുടെ ആ ഒരു എനർജിയും ആ ഒരു എല്ലാം കൊണ്ടും നൈസായിരുന്നു. ഇനി വരാൻ പോണ അവസരങ്ങളും ഉപയോഗിക്കുക, ഇനിയും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ നോക്കുക. സോ ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.